മഹാദേവന്റെ പൂജയായി ശിവലിംഗാരാധന നടത്താനുള്ള കാരണം ശിവപുരാണത്തിൽ നന്ദികേശ്വരൻ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീ പരമശിവനെ നിഷ്കളൻ എന്ന് വാഴ്ത്തുന്നു. അതായത് നാമവും രൂപവും ഇല്ലാത്തവൻ. പരബ്രഹ്മമാണ് ശിവൻ. എന്നാൽ അദ്ദേഹത്തിനെ സകലനായും വാഴ്ത്തപ്പെടുന്നു. അതായത് രൂപം ധരിച്ചിട്ടുള്ളവൻ. ഒരേ സമയം സകലനും നിഷ്കളനുമാണ് മഹാദേവൻ. നിഷ്കളഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ലിംഗാരാധനയ്ക്ക് പ്രാധാന്യം. നിഷ്കളഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ദൈവം ശിവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാത്രമാണ് ലിംഗാരാധന പറഞ്ഞിട്ടുള്ളത്. രൂപധാരിയായിട്ടുള്ള ശിവാരാധനയും ഉള്ളതിനാൽ ശങ്കരൻ ഒരേ സമയം ബ്രഹ്മത്വവും ജീവത്വവും ഉള്ളവനാകുന്നു. സാക്ഷാൽ മഹാദേവൻ തന്നെ വിവരിച്ചു തന്നിരിക്കുന്ന ശിവപുരാണമാണ് മരണഭയത്തിൽ നിന്ന് മുക്തനാവാൻ ഏറ്റവും നല്ല മാർഗം. ജനങ്ങളുടെ നന്മയ്ക്കായി ശ്രീ വ്യാസൻ സനത്കുമാരന്മാരുടെ നിർദ്ദേശത്താൽ ശിവപുരാണം ചമച്ചു. കലികാലത്തിൽ ജനമനസ്സിന്റെ പരിശുദ്ധി വരുത്തുവാൻ ശിവപുരാണത്തിനോളം തന്നെ ഒന്നുമില്ലത്രേ. ഭഗവാൻ പരമേശ്വരന്റെ തന്നെ രൂപമാണത്രേ ശിവപുരാണം. ഏതൊരു വ്യക്തി ഇത് പാരായണം ചെയ്യുന്നുവോ അവൻ ഭയഭക്തി ഉള്ളവനും ശിവലോകത്തിൽ എത്തിച്ചേരുന്നവനുമാണ്. ശിവപുരാണം കേൾക്കാനുള്ള അഭിലാഷം ഉണ്ടായാൽ തന്നെ എല്ലാ ആഗ്രഹവും നടക്കുമത്രേ. പരമേശ്വരന്റെ പുരാണം ശ്രമിക്കുന്നവൻ പാപമില്ലാത്തവനാകുന്നു. ലോകത്തുള്ള എല്ലാ സുഖം അനുഭവിച്ച ശേഷം അവൻ ശിവലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും. മഹാദേവന്റെ ഏതെങ്കിലും ഒരു കഥ ശ്രവിച്ചാൽ തന്നെ രാജസൂയം ഉൾപ്പെടെയുള്ള മഹത്തായ യാഗഫലം അനുഭവിക്കുന്നവന് തുല്യനാകുന്നു. മഹത്തായ ഈ പുരാണത്തെ ശ്രവിക്കുന്നവനെ കേവലം മനുഷ്യനായിട്ട് കാണുന്നില്ല. അവൻ ശ്രീ രുദ്രന്റെ അവതാരമാണ്. ശിവപുരാണം ശ്രവിക്കുന്നവനോ പാരായണം ചെയ്യുന്നവന്റെയോ ആയ പാദധൂളുകൾ പുണ്യ കേന്ദ്രങ്ങൾക്ക് തുല്യമാണത്രേ. ഒരു മുഹൂർത്ത നേരം മാത്രമെങ്കിലും ശിവകഥനം കേൾക്കുന്നവർ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തനാകുന്നു.